ഹായ് ഹലോ, എല്ലാവർക്കും നമ്മളെ കുഞ്ഞു ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ചെറിയൊരു കുക്കിംഗ് വീഡിയോയുമായി വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതാ ഇന്ന് ഞാൻ രാവിലെ എണീറ്റ് നമ്മുടെ അടുപ്പിലെ ചാരെങ്ങനെ വാരിയാണ്. എന്നും വൈകുന്നേരം ചോറ് കറി പിന്നെ നമ്മുടെ വൈകുന്നേരം എന്താണോ ഫുഡ് അതൊക്കെ കഴിച്ചത് കഴിഞ്ഞിട്ട് പാത്രമൊക്കെ കഴുകിയതിന് ശേഷം അടുപ്പ് ചാരൊക്കെ വാരി വൃത്തിയാക്കുന്നതാണ് ഇന്നലെ ഒരുപാട് വർക്ക് ഉണ്ടായതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചാരം വാരി വൃത്തിയാക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇന്ന് രാവിലെയാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്യണത് കേട്ടോ. എന്നിട്ട് തീ പിടിപ്പിച്ചിട്ട് ചോറിന് വെള്ളം വെക്കുകയാണ്. അപ്പോൾ ഞാൻ നമ്മളെ പൈപ്പിൽ തന്നെയാണ് വെള്ളം എടുക്കുക. കിണറിൽ നിന്ന് നേരെ വരുന്ന വെള്ളമാണ് കേട്ടോ. ഞങ്ങളുടെ ടാങ്കൊക്കെ ചോട്ടിലാണ്. ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ടാങ്കൊക്കെ ആഴ്ചയിൽ എന്ന് പറയുമ്പോൾ പോലെ കെട്ടി വൃത്തിയാക്കാൻ പറ്റുന്ന സ്ഥലത്താണ് കേട്ടോ. അതുകൊണ്ട് ടാങ്കിൽ അശുദ്ധിയൊന്നുമില്ല, നല്ല വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഇതാ റേഷൻ അരി കൊണ്ടാണ് ചോറ് വെക്കാൻ പോണത്. പിന്നെ കുറച്ച് ഇന്നലത്തെ പഴഞ്ചോറും ഉണ്ട് കേട്ടോ, അത് തിളപ്പിക്കണം. വെറുതെ ചോറ് വെച്ച് കളയലില്ല ഞാൻ. പഴഞ്ചോറുണ്ടെങ്കിൽ അതും കൂടി തിളപ്പിച്ചിട്ട് ഉച്ചക്കത്തെ ചോറ് കൂട്ടലാണ് കേട്ടോ. അപ്പോൾ ദാ വെള്ളം തിളച്ച് വരുന്നുണ്ട്. വെള്ളം ചൂടാകുമ്പോൾ നല്ലൊരു സൗണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ അരി കഴുകി നല്ലോണം 5-6 പ്രാവശ്യം കഴുകി കല്ലും മുള്ളൊക്കെ കളഞ്ഞ് അത് അരി കലത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. റേഷൻ അരി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചോറ് വെന്ത് കിട്ടും കേട്ടോ. റേഷൻ അരി കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. പെട്ടെന്ന് ചോറ് വെന്ത് നമ്മുടെ പണിയൊക്കെ പെട്ടെന്ന് ഒരുങ്ങി കിട്ടും. കടയിൽ നിന്ന് വാങ്ങിക്കണ അരിയാണെങ്കിലോ ഒരുപാട് നേരം വേണം കത്തിച്ച് വേവിക്കണത്. പിന്നെ ഇതാ കുറച്ച് ചെറുപയർ കറി ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ ഞാൻ മാവേലിയിൽ നിന്ന് ചെറുപയർ വാങ്ങിക്കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അത് കുക്കറിലിട്ട് വേവിക്കാം. നമ്മൾ പഴഞ്ചോറും ഗ്യാസുമ്മേയും തിളപ്പിക്കുകയാണ്. ഒന്നും തിളച്ചിട്ട് അതുകൊണ്ട് ഊറ്റി പിന്നെ ഈ ചോറ് കളയണ്ട, അത് പിന്നെ തിളപ്പിച്ചിട്ട് അതും ഉപയോഗിക്കും. പിന്നെ അതാ നമ്മുടെ ചെറുപയറിൽ 2 പച്ചമുളകൊക്കെ കീറിയിട്ടിട്ട് വേണം അടുപ്പത്ത് വയ്ക്കാൻ കേട്ടോ. എന്നിട്ട് പിന്നെ ഉള്ളിയും കറിവേപ്പിൻ്റെലയും കടുകും കടുകൊക്കെ ഉള്ളിയൊക്കെ മൂപ്പിച്ചിട്ട് തൂമിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ പഴഞ്ചോറ് ഞാനിതാ വാർക്കാൻ വെച്ചിട്ടുണ്ട്. മറ്റ് ചോറ് വേവാനായിട്ടുണ്ട്, തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറുപയർ അടുപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ ഇതിൽ കഴുകി വെള്ളമൊക്കെ പാകത്തിനിട്ട് 2 പച്ചമുളകും കീറി കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. കുക്കറിൽ വെന്തിട്ട് പിന്നെ ഞാനത് ചീനച്ചട്ടിയിൽ ഉള്ളിയോ കറിവേപ്പിലോ കടുക് എന്തെങ്കിലുമൊക്കെ ഇട്ട് തൂമിക്കുകയും ചെയ്യാമല്ലോ വിചാരിച്ച് കുക്കറിലാണ് വേവിക്കുന്നത്. കുക്കറിലാകുമ്പോൾ 2 വിസിൽ ആകുമ്പോഴത്തേനും വെന്ത് കിട്ടും. പിന്നെ എന്താ ചായക്ക് കടി ഞാൻ പച്ചരി കൊണ്ട് ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് നെയ്യ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ മിൽമേൻ്റെ നെയ്യ് ഇട്ടിട്ടാണ് പച്ചരി കൊണ്ട് ഉപ്പുമാവ് പറയുമ്പോൾ നെയ്ച്ചോറ് പോലെ 2 ടീസ്പൂൺ നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്ത് ഇതായത് ചെറിയൊരു സവാളയൊക്കെ വാട്ടി നമ്മൾ ഒരു ഏലക്കായയും ഒരു ഗ്രാമ്പും ഒരു കറുകപ്പട്ടൻ്റെ കഷ്ണമൊക്കെ ഇട്ടിട്ട് ഉള്ളിലിട്ട് വാട്ടിയിട്ട് നമ്മൾ ഇതിലിപ്പോൾ ഒരു നാഴി അരി കൊണ്ടുവന്ന് കഴുകിയിടും. അതാണ് ഇന്നത്തെ ചായൻ്റെ കടി കേട്ടോ. അപ്പോൾ അതാ ഏലക്കായും ഗ്രാമ്പും കറുകപ്പട്ടയൊക്കെ കഴിയാനായിട്ടുണ്ട്, ഒക്കെ വാങ്ങണല്ലേ. എന്നിട്ട് ഞാൻ അത് മൂപ്പിച്ചിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പച്ചരി ഇതാ ഞാനിവിടെ ഇങ്ങനെ ഒരു ബക്കറ്റിലാണ് ഇട്ടേക്കുന്നത്. സാധാ റേഷൻ അരിയാണ് കേട്ടോ. ഇതുകൊണ്ടാണ് പച്ചരി ചോറ് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ആ നെയ്യിൻ്റെ നല്ല ഫ്ലേവറിൽ വെച്ചാൽ പിന്നെ നല്ലൊരു ടേസ്റ്റ് ആക്കാറുണ്ട് ഉപ്പുമാവിന്. എമിക്കൂട്ടനും ഇഷ്ടമാണ് കേട്ടോ അങ്ങനത്തെ പച്ചരി ചോറ് അറിയുന്നത്. അപ്പോൾ നെയ്ച്ചോറ് പോലെ വെച്ചാൽ നല്ല ടേസ്റ്റുമാണ്. അതിന് ഏലക്കായും കറുകപ്പട്ടയൊക്കെ വേണം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ അതിൽ ഒരു കുറച്ച് മുന്തിരി ഉണ്ടായിരുന്നു, ഉണക്കമുന്തിരി, അതും കൂടെ ഇട്ട് മൂപ്പിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ നമ്മുടെ ചോറിന് ഒരു മയം കിട്ടും, ടേസ്റ്റ് കൂടും. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മൾ അരി വേവാനുള്ള വെള്ളം ഒഴിക്കുക. അപ്പോൾ അരി എത്രയാണോ ആ അരിൻ്റെ 1/2 ഗ്ലാസ് അരിയാണെങ്കിൽ ഈ അരി ഒന്നും കൂടി ഇതിൽ നെയ്യിലിട്ടൊന്ന് വറുത്തെടുക്കട്ടോ. 1/2 ഗ്ലാസ് അരിയാണെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുക്കട്ടോ. അപ്പോൾ അതാ ഉപ്പൊക്കെ പാകത്തിനിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഇളക്കി കുക്കറിലാണ് നമ്മൾ വേവിക്കാൻ പോണത് കേട്ടോ. പെട്ടെന്ന് നമ്മൾ ഉപ്പുമാവ് റെഡിയായി കിട്ടും. അപ്പോൾ ഈ നെയ്യിൻ്റെ ഒരു ഗുണേ നല്ല ഒരു മണം വരുന്നുണ്ട് കേട്ടോ. നല്ല നെയ്യിൻ്റെ ഒരു ഫ്ലേവർ, നാടൻ നെയ്യാണേ. എന്നിട്ട് ഇളക്കിയിട്ട് ഒന്ന് 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ചോറ് റെഡിയാവും. ആ വെള്ളം വരുന്നതോട് കൂടി അടച്ചു വെച്ചാൽ മതി. പിന്നെ അതാ നാടൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നമ്മളെ ചോറിന് നല്ല മഞ്ഞ കളർ കിട്ടും. അത് മാത്രമല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളെ പഴഞ്ചോറ് വാർത്തത് ഒരു പാത്രത്തേക്ക് ഒഴിച്ച് ഇടുകയാണ്. എന്നിട്ട് അടച്ച് വെക്കുക. ചൂടുള്ള ചോറും തന്നെ വെന്ത് ഞാൻ ഊറ്റി ഇതാക്കുന്ന വേറെ പാത്രത്തിൽ അതും അടച്ച് വെച്ചിട്ടോ. അപ്പോൾ ഇതാ പിന്നെ
കുഞ്ഞാണിയാക്കാക്ക് കഞ്ഞി കുടിക്കാനുള്ളത് കുറച്ച് കഞ്ഞി ചോറ് അടുപ്പത്തുണ്ട് കേട്ടോ കുഞ്ഞാണിയാക്കാക്ക്. അപ്പോൾ അതിൽ വെള്ളം ഒഴിച്ചിട്ട് അതെന്ത് ചെയ്യണമെന്നറിയും, ആ വെള്ളം കളഞ്ഞിട്ട് പിന്നെ കഞ്ഞി ആ കൊഴുപ്പ് പോകാൻ വേണ്ടിയിട്ട് പിന്നെ ആ കഞ്ഞി കുഞ്ഞാണിയാക്ക പിന്നെ കുഞ്ഞാണിയാക്കാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കഞ്ഞി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചും കൂടി ചോറ് ഇതിൽ നിന്ന് ഊറ്റി വെച്ചിട്ട് അടി ഒന്നും കൂടി കത്തിച്ച് വേവിക്കും. എന്നിട്ട് അത് കഞ്ഞിയാക്കും കുഞ്ഞാണിയാക്കാക്ക്. അപ്പോൾ അതങ്ങനെ റെഡിയായി. നമ്മളെ പച്ചരി നെയ്ച്ചോറ് ഉപ്പുമാവ് എന്നൊക്കെ പറയുന്ന സംഭവം ഇങ്ങനെ റെഡിയായി. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്, നല്ല നാടൻ നെയ്യായതുകൊണ്ട്. അപ്പോൾ ഇതിലേക്ക് കറികളൊന്നും വേണ്ട കേട്ടോ. കുഞ്ഞാണിയാക്കാക്ക് ഒരു മുട്ട ഓംലെറ്റ് അടിച്ചു കൊടുത്താൽ മതി, കുഞ്ഞാണിയാക്ക അതും കൂട്ടി കഴിക്കും. പിന്നെ നമ്മളെ സ്പെഷ്യൽ ചെറുപയർ ഞാൻ കറിവേപ്പിൻ്റെ ഇലയും ഉള്ളിയും കടുകും ഉണക്കമുളകും ഒക്കെ തൂമിച്ചിട്ട് അതിലേക്ക് നമ്മളെ എന്താ പറയുക ചെറുപയർ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ നമ്മൾ ചെറുപയർ കറി റെഡിയാവും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു ചാറ് കറി ഉണ്ടാക്കുന്നുണ്ട് ഉച്ചയാകുമ്പോഴത്തേനിട്ട് ചോർക്ക്. പിന്നെ ബത്തൽ മീനുണ്ട്, അത് പൊരിക്കൊക്കെ വേണം. അപ്പോൾ ആ മീനൊക്കെ നന്നാക്കി ഞാൻ മഞ്ഞളും മുളകും കുരുമുളക് പൊടിയും ഒക്കെ ഉപ്പൊക്കെ ഇട്ടിട്ട് മസാല തിരുമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പൊരിച്ചെടുക്കണം. അതിലിടക്ക് നമ്മൾ ചെറുപയർ തൂമിക്കാൻ വേണ്ടിയിട്ട് കറിവേപ്പിൻ്റെ ഇലയും ചെറിയ ഉള്ളിയും കടുകും ഉണക്കമുളകും ഒക്കെ ഇട്ട് മൂപ്പിച്ചിട്ട് അതിലേക്ക് നമ്മളെ ചെറുപയർ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കൊന്നുകൊണ്ട് ഇളക്കി ചെറിയൊരു ചാറോട് കൂടിയിട്ടില്ല ചെറുപയർ കറിയിട്ട് എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അത് ഇതിൽ നാളികേരമോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ, നാടൻ രീതിയിലാണ് ചെറുപയർ കറി ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഒരു കുക്കറിൽ തന്നെയാണ് എല്ലാ കഷ്ണങ്ങളും തക്കാളി ഉള്ളി കിഴങ്ങ് വെണ്ടയ്ക്ക അല്ലാത്ത ഒരുവിധം കഷ്ണങ്ങളൊക്കെ ഇട്ട് വേവിച്ചിട്ടുണ്ട്. ഇത്തിരി തക്കാളി ഇട്ടിട്ട് പുളിയും പറഞ്ഞു ഇനി കടുകും കറിവേപ്പിൻ്റെ ഇലയും പൊട്ടിച്ചിട്ട് കറി കണ്ടൊഴിക്കുക. ഒരു നാടൻ കറി അതും റെഡിയായി. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സിമ്പിളായിട്ടുള്ള നാടൻ രീതിയിലുള്ള കറികളാണ് കേട്ടോ. അപ്പോൾ അത് തൂമിച്ചു. ഇനി ബത്തൽ മീനുണ്ട് കേട്ടോ, ബത്തൽ മീൻ പൊരിക്കാൻ വേണ്ടി മസാല കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മീൻ പൊരിയോടുകൂടി നമ്മുടെ വ്ളോഗ് ഇവിടെ തീരുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക. ടാറ്റാ.